ബ്ലൂ വേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും എ വിഭാഗത്തിന് യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ സി ആണ് വരുന്നത്. 3, 4, 1, 2 എന്നിങ്ങനെയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ആറ്റിങ്ങൽ കലാപമാണ്. തേഭാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ബംഗാൾ ആണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സിദ്ധു കാനു ആണ് ആൻസർ വരുന്നത്. ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന കലാസൃഷ്ടി ആരുടേതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. മൈക്കൽ ഏഞ്ചലോ ആണ്. ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. രാമചന്ദ്ര ഗുഹയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് തിരിച്ചറിയുക. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഛത്തീസ്ഗഡിലെ മൈക്കാല മലനിരയിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്നതാണ് ആൻസർ വരുന്നത്. സൈലന്റ് വാലി, ബാന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയ ഉദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. നീലഗിരിയാണ്. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ഇത് ക്യാൻസലാണ്. ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. അവസാദ ശിലകളാണ്. ജുമ്മിങ് കൃഷി രീതി ചെയ്തു വരുന്ന മോൻപ, മിഷ്ടി, നാഗ, ഗിരിവർഗ വിഭാഗത്തിൽ കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. അരുണാചൽ ഹിമാലയമാണ്. ഇന്ത്യയിലെ ജോഷിമഠ് അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഉത്തരാഖണ്ഡ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് വരുന്നത്. എ, ബി, 1 ബി, 2 സി, 3 ഡി, 4 എ ആണ്. 2023-24 ഇന്ത്യൻ ബഡ്ജറ്റിൽ അമൃതകാലം എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ പെടാത്തത് ഇവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. വിവരാവകാശമാണ്. നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 2, 3, 4. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ കൊടുത്തിരിക്കുന്നതായി ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 1 സി, 2 ബി, 3 എ, 4 ഡി എന്നിങ്ങനെയാണ് വരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ നബാർഡുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1980 ജൂലൈ 12 സ്ഥാപിതമായി. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2 ആണ് വരുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഉത്തരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 4. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെടാത്ത ആശയം ഏവ? ഓപ്ഷൻ എ ആണ് വരുന്നത്. 2. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 3. വ്യക്തികൾ നികുതി അടയ്ക്കുക എന്നതാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 4 ആണ് വരുന്നത്. ലോക്സഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 2, 4 ആണ് വരുന്നത്. സൈബർ നിയമങ്ങൾ
അവശിഷ്ട അധികാരങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. അവശിഷ്ട അധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2, 3, 4 ആണ് വരുന്നത്. 1979 സ്ഥാപിതമായി. കേരള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം. ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുരയാണ്. ശ്രീമതി ജയ ഢാലി MV ചെയർപേഴ്സൺ ആണ്. ഓപ്ഷൻ അടുത്തതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ 4 ആണ്. 1985 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നിലവിൽ വന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. വകുപ്പ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 1, 2, 3, 4. 1996 MK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി P സതീദേവിയാണ്. 4 ജസ്റ്റിസ് D ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 3 ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 3 ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 3 ആണ്. പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓസ്റ്റിയോപോറോസിസ് ആണ്. നട്ടെല്ലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുകൾക്കിടയിലായി കാണപ്പെടുന്ന സന്ധി കീലസന്ധിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ആൽഫ വൈറസ് ആണ്. വംശനാശം സംഭവിച്ച ഹോമിനികളുടെയും മനുഷ്യപരിണാമത്തിന്റെയും ജനിതക ഘടന സംബന്ധിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാരാണ്? സ്വാന്റോ ബാബോ ആണ്. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ വിപുലമായ പ്രചാരണ പരിപാടി ഏതാണ്? യുവകേരളം ആണ്. ഒരു വസ്തുവിൽ ചലനത്തിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നെഗറ്റീവ് ആണ്. ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏതൊക്കെയായും ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് വരുന്നത്. 2, 4 ആണ്. 2 അപവർത്തനാങ്കമുള്ള ഒരു കോൺവെക്സ് ലെൻസിന് വായുവിൽ 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുണ്ടെങ്കിൽ 3 അപവർത്തനാങ്കമുള്ള ജലത്തിൽ എത്ര ഫോക്കസ് ദൂരം ഉണ്ടാകും? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 80 സെന്റിമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 2022 നവംബറിൽ EOS-06 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ച PSLV റോക്കറ്റ് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. PSLV-C54 ആണ്. താഴെ പറയുന്നവയിൽ ലൂയിസ് സിദ്ധാന്തപ്രകാരം ആസിഡായി പരിഗണിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. AlCl3 ആണ്. പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. കഞ്ഞിവെള്ളമാണ്. നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിന്റെ pH സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു ഡാഷ് ലായനിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ബഫർ ആണ്. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിന്റെ ജ്വലന ഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു. പ്രസ്തുത മൂലകം ഏതാണ്? ഓപ്ഷൻ പി ആണ് ആൻസർ വരുന്നത്. ഹൈഡ്രജൻ ആണ്. മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. നളചരിതമാണ്.
എം മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. കേശവന്റെ വിലാപങ്ങൾ എന്നതാണ്. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. 1930 ആണ്. 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? ഭുവനേശ്വർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഖാദർ കമ്മിറ്റിയാണ്. അടുത്ത മാത്സ് ക്വസ്റ്റ്യൻ. 51ന്റെ ആൻസർ സി ആണ്. 52 എ ആണ്. 53 ഡി ആണ്. 54 എ ആണ്. 55 ബി ആണ്. 56 സി ആണ്. 57 എ ആണ്. 58 ഡി ആണ്. 59 ക്യാൻസൽ ആണ് ക്വസ്റ്റ്യൻ. 60 ഡി ആണ്. ഇത് ചെയ്ത് നോക്കി പഠിക്കുക മാത്സ് ക്വസ്റ്റ്യനുകൾ. അടുത്തത് ഇംഗ്ലീഷ് ആണ്. ആൻസർ മാത്രമാണ് പറയുന്നത്. 61 ആൻസർ എ ആണ്. 62 സി ആണ്. 63 ഡി ആണ്. 64 സി ആണ്. 65 ഡി ആണ്. 66 ആൻസർ ഡി ആണ്. 67 ആൻസർ ഡി ആണ്. 68 ആൻസർ ബി ആണ്. 69 ആൻസർ ഡി ആണ്. 70 ആൻസർ സി ആണ്. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻ ആണ്. ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹമുള്ളയാൾ ഒറ്റപ്പദം സി ആണ്. ജിജ്ഞാസു ആണ്. അടുത്തത് 72 തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. വെണ്ണിക്കുളം ഗോപാലകുറുപ്പാണ്. അടുത്തത് ഒരു സ്ഥാനത്ത് എത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. കടവ് അടുപ്പിക്കുക എന്നതാണ്. പ്രാചി എന്ന വാക്കിന്റെ വിപരീത പദം ഏതാണ്? പ്രതീചിയാണ്. ഓപ്ഷൻ ബി ആണ്. ശാരിക എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം ഏതാണ്? ചകോരമാണ്. വീട് പ്ലസ് പണി ചേർത്തെഴുതുക. വീട് പണിയാണ്. കേമൻ പിരിച്ചെഴുതുക. കേമം പ്ലസ് ആണ്. കാത്രി എന്ന പദത്തിന്റെ പുല്ലിംഗം എഴുതുക. കർത്താവാണ്. തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? തങ്ക എന്നാണ്. സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ ഏതിന്റെ ഏകവചന രൂപം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. അതാണ്. ഈ വാക്യങ്ങളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഒന്നും ശരിയല്ല. ഏതാണ് സ്ത്രീധന മരണം? ഓപ്ഷൻ ബി ആണ് വരുന്നത്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിന്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീയുടെ മരണം സാധാരണഗതിയിൽ അല്ലാത്ത വിധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കപ്പെടുന്നു. അടുത്തത് ഇവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് വരുന്നത്. വിവാഹിതയായ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നത് IPC പ്രകാരം കുറ്റമാണ്. 84 കോമളം തന്റെ പ്രിയ സുഹൃത്തായ ജാനകിക്ക് പണയം വെച്ചതിനു ശേഷം അവരുടെ സമ്മതം കൂടാതെയും പണയം തിരിച്ചു നൽകാതെയും പണയ വസ്തു എടുത്തുകൊണ്ട് പോയി. IPC പ്രകാരം ഏത് കുറ്റമാണ് കോമളം ചെയ്തത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. മോഷണമാണ്. കുറ്റകൃത്യത്തിന്റെ വ്യാഖ്യാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ശിക്ഷാർഹമായ പ്രവൃത്തി അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്നതിനെ കുറ്റകൃത്യം എന്ന് വിളിക്കുന്നു. സ്വകാര്യ വ്യക്തിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം വരും. ക്രിമിനൽ നടപടിക്രമ കോഡ് പ്രകാരം ഇൻക്വസ്റ്റ് നടത്താൻ ഏതൊക്കെ മജിസ്ട്രേറ്റിന് അധികാരം ഉണ്ട്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം വരും. ടൈപ്പ്റൈറ്റ് വിദഗ്ധന്റെ അഭിപ്രായം ഇന്ത്യൻ തെളിവ് ആക്ട് 1872 പ്രകാരം സ്വീകാര്യമാണ്. ഈ നിഗമനത്തിലെത്താൻ കോടതി അംഗീകരിച്ച യുക്തി എന്ത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഉത്തരം എ, ബി ആണ് വരുന്നത്. ഇന്ത്യൻ തെളിവ് ആക്ടുമായി ബന്ധപ്പെട്ട ഈ പ്രസ്താവനയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം തെറ്റാണ്. കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്രമസമാധാനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ പ്രാദേശിക സമൂഹത്തിന്റെ സഹായം നേടുന്നു എന്നതാണ്. കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? റോഡുകൾ, റെയിൽവേ പാലങ്ങൾ, സുപ്രധാന സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ പൊതു സ്വത്തുക്കളും സംരക്ഷിക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഈ പ്രസ്താവന ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ്. സംസ്ഥാനത്തെ പോലീസിന്റെ പ്രവർത്തനത്തിന് പൊതുവായ നയമാർഗങ്ങൾ രൂപീകരിക്കുന്നതിന് കേരള
പോലീസ് ആക്ട് 2011 സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ വിഭാഗം ചെയ്യുന്നു. നർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 1985. ഓപ്ഷൻ സി ആണ് വരുന്നത്. നർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസ് കൺസൾട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 20 ആണ്. ഐ.ടി ആക്ട് നിലവിൽ വന്ന വർഷം 17/10/2000 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഐ.ടി ആക്ടിൽ സൈബർ സെക്യൂരിസം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 66. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്ന ആരെയാണ്? 18 വയസ്സിൽ താഴെയാണ്. പോക്സോ നിയമം അവസാനമായി ഭേദഗതി വരുത്തിയ വർഷം? ഓപ്ഷൻ സി ആണ് വരുന്നത്. 2019. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ പറയുന്നവയിൽ നൽകുന്നത് ആർക്ക്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ് എത്രയാണ്? ഓപ്ഷൻ എ ആണ് 10 രൂപയാണ്.